guys, welcome back to my YouTube channel. So again we are back with our intermittent fasting കേട്ടോ. കാരണം എനിക്ക് ഈ പ്രോപ്പറായിട്ട് ഞാനൊരു ഡയറ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അത് നടക്കുന്നുണ്ടായിരുന്നില്ല. അതുപോലെ എൻ്റെ ലെഫ്റ്റ് നീയുടെ ഒരു ലിഗമെന്റ് ടയർ വന്നപ്പോഴത്തേക്ക് എൻ്റെ എക്സസൈസ് അവിടെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ആയി. ഡയറ്റിൽ മാത്രമേ എനിക്ക് പിടിക്കാൻ പറ്റത്തുള്ളായിരുന്നു. സോ ആ സമയത്ത് ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തു. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും വൈകിട്ട് ഒരു 6:30 കൂടുതൽ എൻ്റെ ഡിന്നർ ടൈം പോകത്തില്ല. 6:30 ഞാൻ ഡിന്നർ അവിടെ ക്ലോസ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ ഒരു രാവിലെ 11-12 മണിക്കായിരിക്കും എൻ്റെ ഫസ്റ്റ് മീല് പോകുന്നത്. അത്ര ഒരു ഗ്യാപ്പിലായിരുന്നു ഞാൻ പോയിക്കുന്നത്. ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഫാസ്റ്റിംഗ് ആ ഒരു ടൈം ഗ്യാപ്പിനിടയ്ക്കായിരുന്നു കേട്ടോ. 6:30, 11:30, മോർണിംഗ് 11:30 അങ്ങനെ ഒരു ഗ്യാപ്പിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്ത് തുടങ്ങിയതിൻ്റെ കാര്യങ്ങൾ ആദ്യം പറയാം. രാവിലെ അല്ല, ഉച്ചയ്ക്കാണല്ലോ. 11:30, 12 എന്ന് പറയുമ്പോൾ ഉച്ചയാവുമല്ലോ. ആ സമയത്തായിരിക്കും എൻ്റെ ഫസ്റ്റ് മീൽ പോകുന്നത്. 12:30 to 6:30 ഇടയ്ക്കൽ നിങ്ങൾക്ക് ഒരു 4 മീൽസ് വരെ പോവാം. ഞാൻ അതിൽ അവോയ്ഡ് ചെയ്തിരുന്ന സാധനങ്ങൾ വെറുതെ ഷുഗർ കണ്ടൻസ് എല്ലാം അവോയ്ഡ് ചെയ്തിരുന്നു, ഓയിൽ കണ്ടൻസ് എല്ലാം അവോയ്ഡ് ചെയ്തിരുന്നു. ചോറ് ഞാൻ 2 ടീസ്പൂണാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കൂട്ടാൻ നിറയെ എടുക്കുമായിരുന്നു. ഈ പറയുന്ന പോലെ തോരൻ, അവിയൽ സാധനങ്ങളെല്ലാം കുറേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ ചിരിക്കും. എൻ്റെ പ്ലേറ്റ് കണ്ട അതുമാതിരിയായിരുന്നു എൻ്റെ പ്ലേറ്റ് ഇരിക്കുക. എനിക്ക് ചോറിനോടുള്ള ഇപ്പം ആ ഒരു ഭയങ്കര ഒരു ക്രേവിങ് ഭയങ്കരമായിട്ട് പറഞ്ഞു. ഇപ്പം ഈ പറയുന്ന പോലെ കൂടുതലും കൂട്ടാനോടുള്ള സാധനം ഭയങ്കരമായിട്ട് കൂടിയിട്ടുമുണ്ട്. കറികൾ, ഫ്രൈഡ് ഐറ്റംസ് ഞാൻ അവോയ്ഡ് ചെയ്തിട്ട് ചിക്കൻ കറി അല്ലെങ്കിൽ ഫിഷ് കറി ആയിട്ടൊക്കെ ആയിരുന്നു. കുറേ നാളായിട്ട് ഞാൻ വെജായിരുന്നു. ഇപ്പം ഞാൻ നോൺ വെജ് ഒക്കെ എടുത്തു തുടങ്ങി. ഇപ്പം കറികളായിട്ട് അതും കഴിക്കാറുണ്ട്. പിന്നെ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളും ഞാൻ അവോയ്ഡ് ചെയ്തു. വൈകിട്ട് ഈ 6:30 ഡിന്നർ സമയത്ത് ഉപ്പ് കൂടുതൽ, സോൾട്ട് കണ്ടന്റ് ഒരുപാട് വരുന്ന സാധനങ്ങളും ഞാൻ അവോയ്ഡ് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് ഉപ്പിടുന്നത് ഒന്ന് ഇട്ടോളൂ, പക്ഷെ അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ച് എടുക്കുക. മേ ബി നിങ്ങൾക്ക് സാലഡ്സ് ഒക്കെ എടുത്താൽ അത് ബെറ്റർ ആയിരിക്കും. ചപ്പാത്തിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ചപ്പാത്തിയൊക്കെ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കറിയിൽ ഞാൻ ഉപ്പ് കുറച്ചായിരുന്നു എടുത്തോണ്ടിരുന്നത്. അങ്ങനെ ചെയ്തോണ്ടിരുന്നത്. ചിലവർക്ക് ഇങ്ങനെ ചെയ്താലും വെയിറ്റ് കുറയാത്തവരുണ്ട്. അപ്പം ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ എടുത്ത കുറച്ച് സപ്ലിമെന്റ്സ് ഉണ്ട്. omega-3 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, മൾട്ടി വൈറ്റമിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഫസ്റ്റ് ആൻഡ് അപ്പിന്റെ കാർണിറ്റൈൻ്റെ 2000 mgയുടെ ഈ ഒരു ടാബ് എടുക്കുന്നുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഗ്ലൂട്ടാത്തിയൻ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കത്തില്ലേ, അതുപോലെയുള്ളൂ. ഒരു 200 ml ഓഫ് വെള്ളത്തിൽ ഈ ഒരു ടാബ്ലറ്റ് ഇട്ടിട്ട് ഈ സാധനം കൺസ്യൂം ചെയ്താൽ മതി. ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. സോ ഇതിന്റെ മെയിൻ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം ഒന്ന് പറഞ്ഞേക്കാം. ഈ ഫാറ്റ് ബേണിങ്ങിനെ ഭയങ്കരമായിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യും. ഇപ്പം ചിലവർക്കറിയാം, ചിലവർ എത്ര ഡയറ്റ് ചെയ്താലും കുറയത്തില്ലെന്ന് പറയാം, എസ്പെഷ്യലി ബെല്ലി ഏരിയയിൽ. പക്ഷെ ബെല്ലി ഏരിയയിലൊക്കെ ഫാറ്റ് ഇത് ഒരുപാട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. നോർമലി നമ്മൾ ഇന്റർമീഡിയറ്റ് എടുത്താലും പെട്ടെന്നൊന്നും ആ ഒരു റിസൾട്ട് ഉണ്ടാവത്തില്ല. പക്ഷേ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സപ്ലിമെന്റ് എടുക്കുമ്പോൾ അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിപ്പം സ്കിന്നിൻ്റെ ഒരു ഗ്ലോയ്ക്കൊക്കെ ആണെങ്കിലും omega-3 ഒക്കെ എടുത്തത്. കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ, ഞാൻ ഈ സാധനമൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് തരാറുള്ളൂ. വേറൊരു ബ്രാൻഡിൻ്റെ സെറം ഞാൻ യൂസ് ചെയ്തപ്പോൾ വന്ന പിമ്പിൾ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ മുഖത്ത് പിമ്പിൾ വന്നത്. എനിക്ക് തോന്നുന്നു എനിക്കൊരു 30 ആയപ്പോഴാണ് ഈ ബോഡിയിൽ ഇത്രയും ചേഞ്ചസ് ഒക്കെ വന്ന് കണ്ടു തുടങ്ങിയത്. 30 ആയപ്പോൾ ഇതിൻ്റെതായിട്ടുള്ള വ്യത്യാസവും വന്നു തുടങ്ങി. അതായത് വെയിറ്റ് ലോസ് ചെയ്യുന്നത് പണ്ട് ഭയങ്കര എളുപ്പം, മേ ബി 1.5 ആഴ്ച 2 ആഴ്ചയും കൊണ്ട് ഞാനിങ്ങനെ വാട്ടർ റിട്ടൻഷൻ്റെ ആണെങ്കിൽ പോലും കുറയ്ക്കാൻ പറ്റുന്നത്. ഇപ്പം കുറയ്ക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇങ്ങനെയുള്ള സപ്ലിമെന്റ്സ് എടുക്കുന്ന സമയത്ത് എനിക്ക് അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ, അതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ടാബ്ലറ്റ്സ് എടുക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. പക്ഷേ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ക്ലിനിക്കലി റിസർച്ച് ചെയ്ത് അത് പ്രൂവൺ ആയിട്ടുള്ളൊരു ടാബ്ലറ്റ് ആണ്. നിങ്ങൾക്ക് സേഫായിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഏത് ഇൻഫ്ലുവൻസേഴ്സ് പറയുകയാണെങ്കിലും ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മാത്രം ചെയ്യുക കേട്ടോ. ചിലവർ പറഞ്ഞാൽ കളിയാക്കും, ബട്ട് സ്റ്റിൽ 4 ആഴ്ചയും കൊണ്ടൊക്കെ ചിലപ്പോൾ 4 കിലോ വരെ കുറയാൻ ഒരു ചാൻസ് ഉള്ള ഒരു സാധനമാണ്. ആമസോണിൽ നിങ്ങൾ നോക്കിയാണല്ലോ, ബെസ്റ്റ് ഫാറ്റ് ബേൺ ഒരു ടാബ്ലറ്റ് ചെയ്താൽ നോക്കിയാൽ ഈ ഒരു ഐറ്റത്തിൻ്റെ പേരായിരിക്കും കാണുക, ഫാസ്റ്റ് ആൻഡ് അപ്പിൻ്റെ പേരായിരിക്കും ആദ്യം കാണുക. കാരണം അത്രയും ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു സാധനമാണ്. പ്രീ വർക്കൗട്ട് ആയിട്ട് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഈ ഒരു 30 മിനിറ്റ്സ് ബിഫോർ നിങ്ങൾക്കൊരു ഫുഡ് ഇൻടേക്ക് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ വേണം ഈ സാധനം കൺസ്യൂം ചെയ്യാനായിട്ട്. ആൻഡ് എങ്ങനെ കൺസ്യൂം ചെയ്യുന്നത് കാണണ്ടേ. സോ 200 ml ഓഫ് വെള്ളം എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ വി ക്യാൻ ടേക്ക് 1 ടാബ്ലറ്റ് ആൻഡ് ഹിയർ യു ഗോ. സോ ഞാൻ ഓറഞ്ച് ഫ്ലേവർ ആണ് എടുത്തേക്കുന്നത്. എനിക്ക് അങ്ങനെ എല്ലാ ഫ്ലേവേഴ്സും ഒന്നും പിടിക്കത്തില്ല. ഇങ്ങനെ ചില ഫ്ലേവേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതുണ്ടോ, പലപ്പോഴും ഉണ്ടല്ലോ ഈ 30 കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെറ്റബോളിസം ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വേരി ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു
ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ ഗുണം എനിക്ക് തോന്നിയത് ആ ഒരു മെറ്റബോളിസത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം കേട്ടോ, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പ്രോപ്പർ ഡയറ്റ് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ എടുത്താൽ മാത്രമേ കാര്യമുള്ളൂ. ഭയങ്കര ജങ്കൊക്കെ കഴിച്ചിട്ട് ഇങ്ങനത്തെ സാധനമൊക്കെ കഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒരത്യാവശ്യം നിങ്ങളൊരു ഡയറ്റൊക്കെ എടുത്ത് അത് മെയിനായിട്ട് ഈ ഓയിലും ഷുഗർ ഐറ്റംസും ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്താൽ തന്നെ ഭയങ്കര വ്യത്യാസം തോന്നുന്നു കേട്ടോ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ഫാറ്റ് ബേണർ ടാബ്ലറ്റ്സ് കൂടെ അടിച്ചാൽ സാധനം സെറ്റാണ് കേട്ടോ. ചിലവർ എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചു, ചേച്ചി ഇങ്ങനെ മെലിയുന്നു. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഇപ്പോൾ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഒരു 10 കിലോ കൂട്ടിയിട്ട് അത് എന്തൊരു കഷ്ടപ്പെട്ടായിരുന്നു എന്നറിയോ ഞാൻ ഒന്ന് കുറച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര പാടാന്നേ. ഇനി ഇത് കുടിച്ച് കാണിക്കട്ടെ. ഇത് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ മറ്റേ ടാങ്ക് ഇല്ലേ, അതാ ഓർമ്മ വരിക കേട്ടോ. ക്ഷീണിച്ച് അവശരായിരിക്കുന്നവരാണെങ്കിൽ കുടിച്ചോ. ഭയങ്കര കിടില കേട്ടോ, ഭയങ്കര കിടിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കിടില ഐറ്റമാണ്. എനിക്ക് മനസ്സിലായത് കൂടുതലും കൺസ്യൂം ചെയ്യുന്നത് ഇങ്ങനെ വെയിറ്റ് ലോസ് ഒക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ, ഫിറ്റ്നസിൻ്റെ ആൾക്കാർ, അതുപോലെ തന്നെ അത്ലറ്റ്സ്, അവരൊക്കെയാണ് കൂടുതൽ ഈ സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു 30s വന്നിട്ട് പോസ്റ്റ് 30s നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇറ്റ് റിയലി വർക്ക്സ്. ആൻഡ് ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ടും കിട്ടും. എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ, ഇതിനകത്ത് എക്സ്ട്രാ ആഡഡ് ഷുഗർ ഒന്നും ഇല്ല, വെജിറ്റേറിയൻ ആണ്. ആൻഡ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലോട്ടിങ്ങോ ഡൈജഷൻ ഇഷ്യൂസോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പം മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ഡയറ്റ് കൂടെ പിടിച്ചോണം. ഇത് മാത്രം കൺസ്യൂം ചെയ്തിട്ട് നിങ്ങൾ വേറെ ഡയറ്റ് നോക്കാതൊന്നും ഇരിക്കരുത്, ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ പണ്ടൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഒക്കെ ഞാൻ ആദ്യം പറയുന്നത് രാവിലെ എടുക്കേണ്ടത്, അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ ഡയറ്റ് കൂടെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങളെ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യത്തുള്ളൂ. ഈ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ റിട്ടൻഷനോ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഡയറ്റ് എടുക്കാതെ നിങ്ങൾ ഇതൊന്നും എടുത്തിട്ട് ഒരു കാര്യമില്ല. എനിക്ക് പേഴ്സണലി മനസ്സിലായ ഒരു കാര്യം, ഒരു 80% നമ്മുടെ ഡയറ്റിലായിരിക്കുന്നത്, ബാക്കി 20% ഈ പറയുന്ന പോലെ വർക്കൗട്ടിലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. www.fosandap.in എന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബ്ലിങ്കിറ്റോ സ്വിഗ്ഗി തുടങ്ങിയ ആപ്ലിക്കേഷനിൽ നിന്നും നിങ്ങൾക്ക് 10-15 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റാമാർട്ടൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻസിലെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം കൂപ്പൺ കോഡും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ ബൈ.